മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കുന്നംകുളം ഭദ്രാസന ആസ്ഥാനമായ ആർത്താറ്റ് അരമനയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക ദിനത്തെ സംബന്ധിച്ചും പൗരസ്ത്യ കാതോലിക്കേറ്റിനെ സംബന്ധിച്ചും അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്തായുടെ കാഴ്ചപ്പാടുകൾ അറിയുന്നതിന് വേണ്ടി ഇവിടെ സന്നിഹിതരായിരിക്കുകയാണ്. തിരുമേനി, വിശ്വാസികളുടെ ഭാഗത്തു നിന്നും അവരുടെ മനസ്സിലുള്ളൊരു ചിന്തയാണ് ഞാൻ തിരുമേനിയോട് ചോദിക്കുന്നത്. 1912 സെപ്റ്റംബർ 15 കാതോലിക്കേറ്റ് പുനഃസ്ഥാപനം നടന്നു. എന്നാൽ ഇപ്പോൾ കാതോലിക്ക ദിനമായി ആചരിച്ചു വരുന്നത് ആ ദിവസമല്ല. എന്താണ് ആ ദിവസം മാറ്റം വരാനുള്ള കാരണം? അതിനെക്കുറിച്ചൊന്ന് തിരുമേനി പറഞ്ഞാൽ നന്നായി. സംഗതമായൊരു ചോദ്യമാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ചിലർക്ക് ഇങ്ങനെ ഈ ചോദ്യം ചോദിക്കുന്നത് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു. യഥാർത്ഥത്തിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചതിൻ്റെ ആനിവേഴ്സറി അല്ല കാതോലിക്ക ദിനം, അതിൻ്റെ വാർഷികമല്ല. കാതോലിക്കേറ്റ് സ്ഥാപനത്തിൻ്റെ 100ാം വാർഷികം നമ്മൾ നടത്തി 2012 നടത്തി. അത് നടത്തിയപ്പോഴും ആ ദിവസം തന്നെ നടത്തണമെന്ന് ഇല്ല. നമ്മളിപ്പം ഒരു പിതാവിൻ്റെ ഓർമ്മ, ഇപ്പം പരിശുദ്ധ പരമത്തിൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ നമ്മുടെ അപ്പൻ്റെ ഓർമ്മ, അത് ആ ഡേറ്റിലാണ് നടത്തുക. കാതോലിക്ക ദിനം എന്ന് പറയുന്നത് മറ്റൊരു കോണ്ടെസ്റ്റാണ്. കാതോലിക്കേറ്റ് ഉണ്ടായതിൻ്റെ ആനിവേഴ്സറി അല്ല കാതോലിക്ക ദിനം. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. 2, ഇതിന് കാതോലിക്ക ദിനം എന്ന് പേര് വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഇത് സഭാദിനം എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴും നമ്മൾ നോക്കിയാൽ അറിയാം, ഇതിൻ്റെ ബ്രോഷേഴ്സൊക്കെ വരുമ്പോൾ ഡെവലപ്പ് വരുന്നതിൽ സഭാദിനം, സഭാദിന പ്രതിജ്ഞ, അതാണ്. അപ്പം സഭയുടെ സംജ്ഞ, സഭയുടെ തല, അതിൻ്റെ സ്വകീയത, അല്ലേ, അതിൻ്റെ പൂർണ്ണമായ ഭരണസ്വാതന്ത്ര്യം, അതിൻ്റെ പ്രതീകമാണ് കാതോലിക്കേറ്റ്. അതുകൊണ്ട് സഭാദിനത്തിന് കാതോലിക്ക ദിനം എന്നും കൂടെ പേര് വന്നിരിക്കുകയാണ്, അല്ലേ? ചിലപ്പോൾ ഒരാൾക്ക് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ ഓരോ കാതോലിക്കയും വാഴ്ച ദിവസമല്ലേ കാതോലിക്ക ദിനം നടത്തട്ടെ, അല്ലെങ്കിൽ കാതോലിക്കേറ്റ് അങ്ങനെയല്ല. ഇത് സഭാദിനമാണ്. ഇത് ആദ്യ കാലത്ത് കാതോലിക്കേറ്റുണ്ടായി. അത് മുന്നോട്ട് ആ സ്ഥാപനം മുന്നോട്ട് ഉയർച്ച താഴ്ചകളിലൂടെ, എന്നാൽ ദൈവത്തിൻ്റെ വലിയ പരിലാളനയും അത് വളർന്നു വന്നു വന്ന സമയത്ത് കാതോലിക്കേറ്റ് ഓഫീസിലെ കാര്യങ്ങൾ നടക്കുവാൻ, കാതോലിക്കേറ്റിനെ ബഹുമാനിക്കാൻ ഒരു ദിവസത്തെ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ദിവസത്തെ വരുമാനം കാതോലിക്കേറ്റ് ഓഫീസിൽ പരിശുദ്ധ ഭാവത്തിന് വേണ്ടി ആ സംവിധാനങ്ങൾക്ക് സഭയുടെ ബജറ്റിനെ കൊടുക്കാനുള്ള ഒരു ചിന്തയുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ അന്ന് പ്രത്യേകിച്ച പരിപാടികൾ സംഘടിപ്പിക്കുക. ഒരു സഭാദിനം, നമ്മളിപ്പോൾ ഇടവദിനം എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഭദ്രാസന ദിനം, സഭാദിനം. അപ്പോൾ അതിനും അനുയോജ്യമായൊരു ദിവസം ഏതാണ്? എനിക്ക് അതിൻ്റെ നാൾ വഴി ചരിത്രം എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ ഗീവർഗീസ് ബാവയുടെ കാലത്തായിരിക്കാം, അല്ലെങ്കിൽ മാത്യൂസ് പ്രഥമൻ ബാവയുടെ കാലത്തായിരിക്കാം ഇതിനെ ഒരു സൺഡേ തീരുമാനിച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ദേവാലയത്തിൽ വരുന്ന ഒരു കാലം, ഏറ്റവും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കാലം, അങ്ങനെയുള്ളൊരു കാലം. എന്നാൽ അത് വളരെ ആത്മീയമായ ഔന്നത്യമുള്ളൊരു കാലമായിരിക്കണം. അങ്ങനെയെല്ലാം കൂടെ നോക്കിയപ്പോഴാണ് വലിയ നോമ്പിൽ അവസാന ഞായറാഴ്ച, തലേ ഞായറാഴ്ച, 36ാം ഞായറാഴ്ച, ഇവിടെ നോമ്പ് കണക്കിൽ പറയുമ്പോൾ 36ാം ഞായറാഴ്ച എന്ന് പറയും, അല്ലെങ്കിൽ കുരുടനെ, പിറവിക്കുരുടനെ കണ്ണു തുറന്നു കൊടുത്ത മഹാത്ഭുതം നടത്തിയ ആ ദിവസം. അപ്പം അതിലെ പല വിധത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം. നമുക്കൊരു ആത്മീയമായി, അല്ലെങ്കിൽ ഒരു തത്വചിന്താപരമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ, ഞാൻ ഇതുവരെ കുരുടനായിരുന്നു, യേശു മണ്ണ് കുഴച്ചു എൻ്റെ ചെളിയിൽ എൻ്റെ കണ്ണിൽ പുരട്ടി, എന്നോട് ശിലോഹാമിൽ പോയി കഴുകാൻ പറഞ്ഞു, ഞാൻ കാഴ്ച പ്രാപിച്ചു.
അപ്പോൾ സഭ എന്ന് പറയുന്നത് തന്നെ നന്മയെ കാണുന്ന, ദൈവത്വത്തെ കാണുന്ന, അതിനുള്ള വലിയ ഉൾവിളിയാണ്. അതുകൊണ്ട് എൻ്റെ അന്ധത മാറി വെളിച്ചത്തിലേക്ക് എന്നെ നയിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു 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 പ്രേരണ അതിൽ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ആളുകൾ ദേവാലയത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു കാലഘട്ടവുമാണ് വലിയ നോമ്പിൽ പാതി ബുധനാഴ്ച കഴിഞ്ഞുള്ള ആഴ്ചകൾ. അടുത്ത ആഴ്ച നമ്മൾ ആശാഴ്ചയിലേക്ക് പോവുകയാണ്. അവിടെ മറ്റു കാര്യങ്ങളൊന്നുമല്ല. അവസാന ഞായറാഴ്ച മുതൽ ഈസ്റ്റർ വരെ നമുക്ക് മറ്റൊരു ഒരു ഒരു ഇതാണുള്ളത്. അപ്പോൾ അതിൻ്റെ തലയാഴ്ചയിൽ ദൈവത്തെ സ്തുതിക്കുക. വേദശാസ്ത്രപ്രകാരം ഒന്നുകൂടെ പറഞ്ഞാൽ ഇത്ര മഹത്തായ ഒരു പാരമ്പര്യം നമുക്ക് ലഭിച്ചത്, അതിന് ദൈവത്തെ നമ്മൾ സ്തുതിക്കുക. ഈ പാരമ്പര്യത്തിൽ നമ്മൾ തനിച്ചല്ല, പൂർവികരെല്ലാം ഉണ്ട്. ഇന്നേവരെ ആദം മുതൽ ഇന്നയോളം നമ്മെ വഴി നടത്തിയവരുണ്ട്. അതിനെയെല്ലാം ഓർക്കുക. ഇതൊക്കെയാണ് അതിൽ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് സെപ്റ്റംബർ 15-ാം തീയതി അല്ലേ കാതോലിക്ക ദിനം നടത്തണ്ടേ, അങ്ങനെയല്ല അത് ചിന്തിക്കുന്നത്. അത് നമുക്ക് കാതോലിക്ക സ്ഥാപിച്ചതിൻ്റെ വാർഷികം ആ ദിവസം വേണ്ടി നടത്താം. എന്നാൽ കാതോലിക്ക ദിനം എന്ന് പറയുന്നത് സഭാദിനമാണ്. സഭാദിനം നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. വലിയ നോമ്പിലെ 6ാമത്തെ ഞായറാഴ്ച, അതായത് കൊത്തിന ഞായർ മുതൽ എണ്ണുമ്പോൾ വലിയ നോമ്പിലെ 6ാം ഞായറാഴ്ച, പിറവിക്കുരുടന് സൗഖ്യം കൊടുത്ത ആ ദിവസം 36ാം ഞായർ എന്ന് പറയുന്ന ആ ദിവസം അത് ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. തിരുമേനി, അടുത്ത ഞായറാഴ്ച കാതോലിക്ക ദിനമാണ്, സഭാദിനം. പൗരസ്ത്യ കാതോലിക്കേറ്റ് എന്ന് പറയുന്നതിനെ കുറിച്ച് കുറച്ച് ആളുകൾക്കും അതിനെക്കുറിച്ച് എന്തുകൊണ്ട് പൗരസ്ത്യ കാതോലിക്കേറ്റ് എന്ന് പറയുന്നു, അതിനെക്കുറിച്ച് തിരുമേനി ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായി. വളരെ ഒരുപാട് ആളുകൾ ഒരുപക്ഷെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം തന്നെയായിരിക്കാം ഇത്. സഭാവിജ്ഞാനീയത്തിൻ്റെ ഒരു അടിത്തറ അവിടെ ഉണ്ട് ഈ ചോദ്യത്തിൽ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ, അതാണ് ഈ സഭയുടെ പേര്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറഞ്ഞിട്ട് അടിയിൽ എപ്പോഴും കാതോലിക്കേറ്റ് ഓഫ് ദ ഈസ്റ്റ് എന്ന് പറയും. നമ്മുടെ ഭരണഘടനയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗമാണ് അല്ലേ. ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അധ്യക്ഷൻ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയാണ്. ഭരണഘടനയിൽ നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള ഭരണഘടനയിൽ അന്ത്യോക്യ പാത്രിയർക്കീസ് എന്ന് പ്രത്യേകം എഴുതിയിട്ടില്ല. എന്നാൽ അത് അണ്ടർസ്റ്റുഡാണ്. നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അന്ന് അന്ത്യോക്യ പാത്രിയർക്കീസിനെ ആയിരിക്കാം. തർക്കത്തിന് പറഞ്ഞാൽ എല്ലാ ഓറിയന്റൽ സഭകൾക്കും അവരുടെ അധ്യക്ഷന്മാർ പാത്രിയർക്കീസ്മാർ അഥവാ കാതോലിക്ക, ഇത് രണ്ടും ഒരു വാക്ക് തന്നെയാണ്. പാട്രിയാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ആർക്ക് പാറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പിതാവ്. ഇതേ വാക്ക് തന്നെയാണ് യൂണിവേഴ്സൽ ഫാദർ, അതാണ് കാതോലിക്കോസ് വാക്കിൻ്റെ. രണ്ടും ഒരേ ആശയം തന്നെയാണ്. ഈ രണ്ട് പദങ്ങളുടെയും അർത്ഥം അതല്ലെങ്കിൽ അതുകൊണ്ട് വിവക്ഷിക്കുന്നത് ഒന്ന് തന്നെയാണ്. പാട്രിയാർക്ക് എന്നുള്ള അത് രണ്ടും ഗ്രീക്ക് പദങ്ങളുമാണ് ബേസിക്കലി. ഇത് സുറിയാനി പദവും ഒന്നുമല്ല, ഗ്രീക്ക് പദങ്ങളാണ്. പാട്രിയാർക്ക് എന്നത് കൂടുതൽ പാശ്ചാത്യ സഭകളുടെ അധ്യക്ഷന്മാരാണ് പാട്രിയാർക്ക് എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. പൗരസ്ത്യ സഭകളിൽ കാതോലിക്കോസ് എന്ന സംജ്ഞ, പ്രത്യേകിച്ച് പൗരസ്ത്യ സുറിയാനി സഭയിൽ കാതോലിക്കായും പാശ്ചാത്യ സുറിയാനി സഭയിൽ പാത്രിയർക്കീസും, ഇങ്ങനെ ഒരു ക്രമീകരണവും നമ്മൾ കാണുന്നുണ്ട്. കാതോലിക്കേറ്റിൻ്റെ ചരിത്രം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ നിന്ന് അബ്ഗാർ രാജാവിലൂടെ ആരംഭിക്കുന്ന ഒരു ചരിത്രമാണ്. യേശുക്രിസ്തു ഈ ലോകത്ത് വ്യാപരിക്കുന്ന സമയത്ത് അന്നത്തെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധ്യക്ഷൻ അബ്ഗാർ അഞ്ചാമൻ, അബ്ഗാർ ദ ബ്ലാക്ക് ഒക്കെ വിളിക്കുന്ന ഉറഹോ
എന്ന വാക്ക് അറബിയിലും സുറിയാനിലും ഒക്കെ ഉർഹോ, ഇപ്പോൾ ഉർഫ എന്ന് അറിയപ്പെടുന്ന ടർക്കിയിലുള്ള സിറ്റി. ഇതെല്ലാം തിഗ്രീസ് നദിയുടെ തീരമാണ്. മെസൊപ്പൊട്ടോമിയൻ കിങ്ഡത്തിൻ്റെ, പിന്നീട് പേർഷ്യൻ കിങ്ഡത്തിൻ്റെ ഒക്കെ ആസ്ഥാനമാണ്. പുറകോട്ട് വീണ്ടും പോവുകയാണെങ്കിൽ നമ്മുടെ അബ്രഹാമിൻ്റെ സ്ഥലം ഊർ, അത് ഈ ഉർഹ തന്നെയാണ്. അത് തീർത്തും പൗരസ്ത്യ ദേശമാണ്. അബ്രഹാം പൗരസ്ത്യ ദേശത്ത് നിന്ന് പടിഞ്ഞാറ് എന്നിട്ട് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ് അദ്ദേഹം യാത്ര ചെയ്തത്. പടിഞ്ഞാറെത്തി യോർദാൻ ക്രോസ് ചെയ്തു, എന്നിട്ട് തെക്കോട്ട് യാത്ര ചെയ്തു. തെക്കോട്ട് പോയി പിന്നെയാണ് ഒടുവിൽ ഈജിപ്തിൽ എത്തുന്നത്. അവിടെ നിന്നാണ് പിന്നെ തിരിച്ചു വരവ് ഉണ്ടാകുന്നത്, യെരുശലേമിലെത്തുന്നത്. ഇതെല്ലാം നമുക്ക് ജിയോഗ്രഫിയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ വ്യക്തമാണ്. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ക്രിസ്തു അന്ന് വസിച്ച ഇസ്രായേൽ, പാലസ്തീൻ എന്ന് ഇതെല്ലാം അന്ന് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ്. റോമൻ പ്രൊവിൻസുകളാണ് ഇസ്രായേൽ. റോമിൻ്റെ കീഴിൽ ആണ് ഭരണം നടത്തുന്ന ആളായിരുന്നു. ഉദാഹരണത്തിന് പീലാത്തോസ്, ഹെരോദാവ്, നമുക്കറിയാം, ഗലീലയും ഇസ്രായേലും ഒക്കെ. അതിനപ്പുറത്ത് കിഴക്കൻ സാമ്രാജ്യമുണ്ട്. അവിടെ റോമിൻ്റെ ആ ആധിപത്യം പലപ്പോഴും ഒരുപക്ഷെ അവസാനം എത്തി നിൽക്കുന്നത്, അതിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ദമാസ്കസ്, അന്ത്യോക്യ, അവിടെ വരെയാണ്. അത് കഴിഞ്ഞ് തിഗ്രീസ് നദിയുടെ കിഴക്ക് വശത്ത് വേറെ രാജ്യങ്ങളാണ്. അവിടെ പ്രബലമായ രാജ്യ സംവിധാനങ്ങളുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് അവിടുത്തെ രാജ്യത്തിൻ്റെ അധ്യക്ഷനാണ് അബ്ഗാർ 5. അദ്ദേഹം AD 25 മുതൽ AD 60 വരെയുള്ള കാലഘട്ടത്തിലാണ് ഭരണം നടത്തിയത് എന്നും ഇടക്കാലത്ത് അദ്ദേഹത്തിന് 3-4 വർഷം ഒന്നുകിൽ രോഗിയായിട്ട്, അതുപോലെ തന്നെ ഉണ്ടല്ലോ പലപ്പോഴും ഭരണം മറ്റുള്ളവർ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇൻസ്റ്റബിലിറ്റി വരികയും തിരിച്ചദ്ദേഹം അധികാരത്തിൽ വരികയൊക്കെ ചെയ്തതൊക്കെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം നോക്കിയാൽ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യാപാരികൾ, അദ്ദേഹത്തിൻ്റെ വ്യാപാര ശൃംഖല വളരെ ശക്തനായൊരു രാജാവായിരുന്നു. അവരിലൂടെ അദ്ദേഹം യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞു. അദ്ദേഹം നല്ല പഠിച്ചിട്ടുള്ള മനുഷ്യനാണ്. അപ്പം ഇങ്ങനെ ഒരു മശിഹായുടെ ജനനത്തെക്കുറിച്ചൊക്കെ ഉണ്ടാകുന്നല്ലോ. പേർഷ്യൻ രാജാക്കന്മാർ ക്രിസ്തുവിനെ കാണാൻ വന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്. പേർഷ്യൻ വിവിധന്മാർ ആദ്യജന ഉപഹാരങ്ങളുമായി. അപ്പം ഇവരെല്ലാം നോക്കിയിരിക്കുകയാണ് ക്രിസ്തുവിനെ കുറിച്ച്. അപ്പോൾ ഇത് ക്രിസ്തുവാണ് എന്ന് അബ്ഗാർ രാജാവിന് ബോധ്യപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കത്ത് വിശ്വ സഭാചരിത്രകാരനായ 4-ാം നൂറ്റാണ്ടിലെ യൗസേബിയോസ്, കൈസരിയയിലെ യൗസേബിയോസ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഭാ ചരിത്രത്തിൽ എക്ലീസിയ, നന്നായി അറിയുന്ന വാക്കാണ്, ഞാൻ ഓർക്കുമ്പോൾ പറയാം, സഭാചരിത്രം, ഹിസ്റ്റോറിക്ക എക്ലീസിയ സഭാചരിത്രം. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ക്രിസ്തുവിന് എഴുതിയ കത്ത്, അതിൻ്റെ ഏറ്റവും ഇത് പറഞ്ഞാൽ, നീ ഒന്നുകിൽ ദൈവമാണ് അല്ലെങ്കിൽ നീ ദൈവപുത്രനാണ്. നിനക്ക് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിനോ ദൈവപുത്രനോ അല്ലാതെ ചെയ്യാൻ ഒക്കെയില്ല. അതാണ് ആദ്യത്തെ പാരഗ്രാഫ്. അടുത്ത പാരഗ്രാഫിൽ അദ്ദേഹം പറയുകയാണ്, എന്നാൽ നിനക്ക് അവിടെ കഷ്ടതയുണ്ടെന്നും നിന്നെ അവർ ഉപദ്രവിക്കുന്നു എന്നൊക്കെ ഞാൻ കേൾക്കുന്നു. എനിക്കിവിടെ കൊച്ചു രാജ്യമുണ്ട്, ഞാനൊരു രോഗിയുമാണ്. താങ്കൾ എൻ്റെ രാജ്യത്തിലേക്ക് വരുന്നുവെങ്കിൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കളുടെ ഫിലോസഫി ഇവിടെ സ്വതന്ത്രമായി പറയുവാൻ ഞാൻ അവസരവും തരാം. അതിന് ക്രിസ്തു മറുപടി എഴുതിയെന്നും യോസേഫ്യൂസ് പറയുന്നുണ്ട്. ആ കത്തും 4-ാം നൂറ്റാണ്ടിൽ കൈസരിയ ഫിലിപ്പി, അതായത് ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ ടെലവീവിനോട് ചേർന്നാണ് ഫിലിപ്പിൻ്റെ കൈസരിയ. അത് വെള്ളത്തോട്ട് ചേർന്ന് കിടക്കുന്ന മെഡിറ്ററേനിയൻ സീയിലേക്ക് കിടക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അവിടെ സുന്ദരമായൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറിയിലാണ് അദ്ദേഹം ഇതൊക്കെ കണ്ടിട്ടുള്ളതെന്നാണ് എഴുതിയിരിക്കുന്നത്.
പക്ഷെ അത് പിന്നീട് ഭൂമി കുലുക്കം കൊണ്ടും വെള്ളം കയറിയും ഒക്കെ ആയിട്ട് പൂർണ്ണമായിട്ടൊരു ഭാവിയിൽ നശിച്ചുപോയി. അപ്പോൾ ഈ മറുപടി കത്തിൽ ഇങ്ങനെയാണ് പറയുന്നതെന്ന് പറയുന്നു, എൻ്റെ ദൗത്യം എനിക്കിവിടെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. എൻ്റെ മഹത്വീകരണത്തിന് ശേഷം എൻ്റെ ശിഷ്യന്മാരിൽ ഒരാളെ ഞാൻ വിട്ടുകൊള്ളാം. നിനക്ക് സൗഖ്യമായിരിക്കട്ടെ. ഈ കത്ത് കിട്ടിയപ്പോഴേ അദ്ദേഹത്തിൻ്റെ അസുഖം മാറിയെന്നും അദ്ദേഹം റീസ്റ്റെബിലൈസ്ഡ് ആയെന്നും അദ്ദേഹം ഭരണത്തിൽ വന്നുവെന്നും അവിടെ മുതൽ തന്നെ അദ്ദേഹത്തിന് തീവ്രമായ ഒരു പ്രേമം ക്രിസ്തുവിനോടും ക്രിസ്തു ദർശനത്തോടും ഉണ്ടായിരുന്നുവെന്നും അങ്ങനെ ഒരു ചരിത്രം പോകുന്നുണ്ട്. അപ്പോൾ തോമസ് ലീഹായുടെ സഹോദരനും കൂടിയാണെന്ന് പറയുന്നു അതായി മാറിയും അവരൊക്കെ ഇങ്ങനെ പല വിധത്തിൽ അത് കാണുന്നുണ്ട്. അവരെ അറിയിപ്പുകാരിൽ രണ്ടുപേരായിരുന്നു. അവരെ ആദ്യം എഡേസയിൽ എത്തിയെന്നും തോമസ് ലീഹായുടെ മുൻപ് അവരാദ്യം എത്തിയെന്നും അവരെ അദ്ദേഹം സ്വീകരിച്ചുവെന്നും പുറകെ തോമസ് ലീഹ എഡേസയിൽ എത്തിയെന്നും സുവിശേഷം ഘോഷിച്ചുവെന്നും അങ്ങനെ എഡേസയിൽ ഒരു സഭയുണ്ടായതായിട്ടും കാണുന്നു. അവിടെ ഒരു വാക്കുകൂടെ പറയാം. അത് അന്ത്യോക്യയിൽ സഭയുണ്ടായതിന് മുൻപാണോ പിൻപാണോ, എന്തുകൊണ്ട് അത് വേദപുസ്തകത്തിൽ പറഞ്ഞില്ല, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ചരിത്രബോധമുള്ളവർക്ക് അറിയാം. അന്ത്യോക്യയിലെ സഭ എന്ന് പറയുന്നത് അന്ത്യോക്യ അന്നത്തെ റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ്. അവിടുത്തെ കാര്യങ്ങൾ എഴുതപ്പെടാനുള്ള സാധ്യതകൾ കൂടിയാണ്. ക്രോസിംഗ് ടിഗ്രീസ്, ഗോയിങ് ടു അനദർ കൺട്രി, അവിടുന്ന് ഇൻഫർമേഷൻസ് ഒന്നും ഇങ്ങനെയില്ല. അവിടുത്തെ ഇൻഫർമേഷൻസ് ഒരുപക്ഷെ അവിടുത്തെ പാരമ്പര്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ പാരമ്പര്യങ്ങൾ പല കാരണങ്ങളാൽ വേദപുസ്തകത്തിൻ്റെ മെയിൻ സ്ട്രീമിൽ വന്നിട്ടില്ല. തോമയുടെ നടപടികൾ, ആക്ട്സ് ഓഫ് തോമസ്, ഈ പുസ്തകങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതിനകത്തൊക്കെ പല പരാമർശങ്ങൾ ഇതിനെക്കുറിച്ചുണ്ട്. മനസ്സിലായി? അതിനെ ഫസ്റ്റ് പ്രൈമറി റീഡിങ്ങിൽ വെച്ചിട്ടില്ലെന്നുള്ളതുകൊണ്ട്, എന്നാൽ സെക്കൻഡറി റീഡിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏറ്റവും അതിൻ്റെ ഒരു രത്നച്ചുരുക്കം പറഞ്ഞാൽ, ഇങ്ങനെ 1-ാം നൂറ്റാണ്ടിൻ്റെ AD 30 അല്ലെങ്കിൽ 32 മുതലുള്ളൊരു കാലഘട്ടമെങ്കിലും പെന്തിക്കോസ്ത് കഴിഞ്ഞ ഉടനെ തോമസ് ലീഹ എവിടെയെങ്കിലും പാലസ്തീനിലോ ഏഷ്യ മൈനറിലോ ഒന്നും പ്രസംഗിച്ചതായിട്ട് കാണുന്നില്ല. അദ്ദേഹം ഈ ദൗത്യം അവനോടുകൂടി മരിക്കേണ്ടതിനെ എന്ന് പറഞ്ഞാൽ മരണം വരെയും അവനെ പറ്റുക, ആ ഒരു വലിയ ലക്ഷ്യമായിട്ട് അദ്ദേഹം നേരെ അബ്ഗാറിൻ്റെ രാജ്യത്തിലേക്കാണ് ചെന്നത് എന്നും അബ്ഗാർ മുതൽ മാനസാന്തരപ്പെട്ടുവെന്നും അവിടെ ശക്തമായ ഒരു സഭയുണ്ടായി നമ്മൾ കാണുന്നു. അതാണ് പേർഷ്യൻ സഭയുടെ അടിസ്ഥാനം. ആ സഭയുടെ വളർച്ചയിലാണ് ആദ്യം കാതോലിക്കോസ് എന്നുള്ള പദം, പ്രത്യേകിച്ച് അത് 4-ാം നൂറ്റാണ്ടിലാണ് സെലൂക്യ ടെസിഫോണിലെ, അതൊക്കെ അവിടുത്തെ ഈ മെസപ്പൊട്ടോമിയൻ റീജിയനിലെ സിറ്റികളുടെ പേരാണ്. ചിലപ്പം ഗ്രീക്കിൽ അറിയപ്പെടും. ഇത് ഓരോ കാലത്തും ഇതിനെ ചെയ്യുന്നത് അതനുസരിച്ചാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഗലീല തടാകം തന്നെയാണ് ഗന്നസറേത്ത് തടാകം. അതുപോലെ തന്നെ വേറെ ഉണ്ടല്ലോ, ഗന്നസറേത്ത്, ഗലീല, തിബരിയസ് രാജാവിൻ്റെ പേരിൽ. ഇത് എല്ലാം ഒരു തടാകം തന്നെയാണ്. അതുകൊണ്ട് ഒരു സ്ഥലത്തിന് തന്നെ പല പേരുകളുണ്ട്. അതുപോലെ പല സ്ഥലങ്ങൾക്ക് ഒരേ പേരുണ്ട്. ഫിലിപ്പിൻ്റെ കൈസരിയ ഉണ്ട്, കപ്പദോക്കിയയിൽ കൈസരിയ ഉണ്ട്. കൈസരിയ എന്ന് പറഞ്ഞാൽ ബിലോങ്സ് ടു ദ കൈസർ. പല സ്ഥലങ്ങളിൽ ഇന്നും യൂറോപ്പിലെ, പ്രത്യേകിച്ച് ഈസ്റ്റ് യൂറോപ്പിൽ പലയിടത്തും കൈസരിയകളുണ്ട്. അപ്പോൾ അത് ഇതിനോട് ചേർത്തെന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു ഇതുണ്ടായിക്കഴിഞ്ഞു. ഈ സെലൂക്യ ടെസിഫോണിൽ ആദ്യമായിട്ട് മെത്രാച്ചന്മാരുടെ ഒരു സമിതി, ഒരു സുന്നകദോസ് ഉണ്ടാകുകയും അതിൻ്റെ അധ്യക്ഷൻ ഉണ്ടാകുകയും അദ്ദേഹം കാതോലിക്കോസ് എന്ന് വിളിക്കപ്പെടുകയും ഒക്കെ ചെയ്തൊരു പാരമ്പര്യം കാണുന്നുണ്ട്. അങ്ങനെ ഇത് മുന്നോട്ട് പോകുന്നു. എന്നാൽ 6-ാം നൂറ്റാണ്ടിൽ ഈ കാതോലിക്കേറ്റിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് വലിയ ചർച്ചകൾ, വലിയ അത്ഭുതങ്ങൾ. നമ്മുടെ ലിറ്റർജി മുഴുവൻ, ഞാൻ തുറന്നു പറയുകയാണ്, സിറിയക് ലിറ്റർജി അന്ത്യോക്യയിലെല്ലാം ഉണ്ടായത്. അതൊക്കെ ചരിത്രം അറിയാത്തവരെ ഇപ്പം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന മിഥ്യാധാരണകളാണ്. സിറിയക് ലിറ്റർജി ഉണ്ടായത് മുഴുവൻ നെസിബിയസിലും എഡേസയിലുമാണ്. നെസിബിയസും എഡേസയും യൂഫ്രട്ടീസ് ടൈഗ്രീസ് സമതലങ്ങളിലുള്ള സിറ്റികളാണ്. ജനത
ഈ പ്രദേശത്തുള്ള ജനതയൊന്നാണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കലുകളും കൊടുക്കലുകളും ഉണ്ടായിട്ടുണ്ട്. പേരെടുത്ത് പറയാവുന്ന പിതാക്കന്മാർ അനേകരെ, യാക്കോബ്, നമ്മുടെ ബൂസ് ആണ് യാക്കോബ്, മിസ് അപ്രേം, മിസ് യാക്കോബ്, ബാലായ്, ഈ അപ്രേമിൻ്റെ ഗുരു യാക്കോബ്, ഇവരെല്ലാം പാശ്ചാത്യ സുറിയാനിക്കാരും പാശ്ചാത്യ സുറിയാനിയിൽ എഴുതിയവരുമാണ്. അത് ഇന്നിപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂലിയോസ് മെത്രാച്ചൻ അത് ഇങ്ങനെ അല്ല, വായിച്ചു നോക്കിയിട്ട് സത്യം മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പൗരസ്ത്യ സഭ വളർന്നു, പാശ്ചാത്യ സുറിയാനി സഭയുണ്ട്. ഒരേ ലാംഗ്വേജാണ്, 2 ഡയലക്റ്റ് എന്നേ ഉള്ളൂ. ഒന്നുകൂടത്തെ എറണാകുളത്തും തമ്മിലുള്ള ഭാഷാ വ്യത്യാസമുള്ള പോലെയുള്ള ഡയലക്റ്റ് ഉണ്ട്. കുറച്ചുകൂടെ ഈ അതിൽ ഇത് ഒരിക്കൽ പലപ്പോഴും പറയാറുള്ള പോലെ, നമ്മുടെ ശീർണച്ചൻ ചിലപ്പോൾ പറയാറുള്ള പോലെ, നമ്മുടെ പിതാക്കന്മാരെ പറയാറുള്ള പോലെ, ഈ പാശ്ചാത്യ സുറിയാനി എന്ന് പറയുന്നത് അകാരപ്രിയമാണ്. തക്സ, പീലാസ, കാസ എല്ലാം ആയിലാണ്, അകാരപ്രിയമാണ്. പാശ്ചാത്യ സുറിയാനി ഒകാരപ്രിയമാണ്. തക്സോ, കുർബാനോ, ഖാസോ, പീലാസോ. സത്യത്തിൽ ഇതേ ഉള്ളൂ പ്രധാന വ്യത്യാസം. പിന്നെ ലെറ്റേഴ്സ് എഴുതുന്നതിനുള്ള ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. അത് ഓരോ കാലഘട്ടത്തിലും ഒരു ലാംഗ്വേജ് ഇത്രയും അബ്രഹാമിൻ്റെ കാലം മുതലുള്ളൊരു ഒരു 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 ഭാഷയാണ്. അപ്പോൾ അതിന് അങ്ങനെയുള്ള പരിണാമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും ഒരുപാട് അറബിക് സെമിറ്റിക് ലാംഗ്വേജുകളുടെയൊക്കെ അമ്മയും കൂടെയാണ് ഹരമായ ഭാഷ. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെയും സംസാര ഭാഷയൊക്കെ ഹരമായ ഭാഷയായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അതിൻ്റെ കാരണം എന്താ? അബ്രഹാം പോയതാണ്, അന്ന് മുതൽ ഈ ഭാഷയാണ്. അല്ലാതെ ഇത് ജർമ്മനിയിൽ ഇറക്കുമതി ചെയ്തതല്ല, പാശ്ചാത്യ ഭാഷയാണ് സുറിയാനി എന്ന് പറയുന്നത്. അതിങ്ങനെ സഞ്ചരിച്ചു, ഈജിപ്ത് വരെ സഞ്ചരിച്ചു, തിരിച്ച് പാലസ്തീൻ നാട്ടിൽ വന്നു. അങ്ങനെ ഒരു പരിണാമം ഇതിനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് വളർന്നപ്പോൾ ഇതൊരു സഭയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സുറിയാനി സുറിയാനി ലിറ്റർജി ഉപയോഗിക്കുന്ന സഭയുണ്ട്, ഗ്രീക്ക് ലിറ്റർജി ഉപയോഗിക്കുന്ന സഭകളുണ്ട്, ലാറ്റിൻ ലിറ്റർജി ഉപയോഗിക്കുന്ന, ഇത് മൂന്നുമാണ് സഭാഗാത്രത്തിൻ്റെ അടിസ്ഥാന ഭാഷകൾ. അതുകൊണ്ടാണ് പേർഷ്യ മുതൽ ഇന്ത്യ വരെയുള്ള നമ്മളെല്ലാം അതുപോലെ ഇതേ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന പാശ്ചാത്യ സുറിയാനി, ഇതിനെയെല്ലാം സുറിയാനി സഭകളെന്ന് വിളിക്കുന്നത്. ഇന്ന് കാത്തലിക് റൈറ്റ് ആയിട്ടുള്ള ആളുകൾ പോലും അവരെ SYRO, സൈറോ മലങ്കര, സീറോ അല്ല, സഡിയാറോ അല്ല, സിറിയനാണ്. അവരെല്ലാം ലിറ്റർജിക്കൽ ലാംഗ്വേജ് സിറിയക്കാണ്. ഇന്നും സിറിയക്കാണ്. പക്ഷെ പിന്നെ അവരത് ലാറ്റിനോ ഇത് ഓരോ കോളനി വൽക്കരണം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ അംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ചിലപ്പോൾ നമ്മൾ പറയും, ഈ സുറിയാനി എന്തിനാ അഞ്ഞു വെക്കുന്നത്, എന്തിനാ അച്ഛന്മാർ സുറിയാനി വെല്ലുന്നത്, ഈ യൂലിയോസ് മെത്രാച്ചൻ ഇതൊക്കെ പറഞ്ഞിട്ട് മുഴുവൻ സുറിയാനിയല്ലേ വെല്ലുന്നത്. ഞാൻ വലിയ സുറിയാനി പണ്ഡിതനാന്നല്ല പറയുന്നത്, എനിക്ക് സുറിയാനി ഉപയോഗിക്കുന്നത് ഇഷ്ടമാണ്. പശ്ചാത്തലം ഇതാണ്. അതുപോലെ തന്നെ മറുഭാഗത്ത് ഈ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം വളരെ ബഹുമാനത്തോടെ ഈ സമാന്തരം ഭരണം ഇപ്പോൾ ഈ 40 കൊല്ലം മുമ്പ് തുടങ്ങിയവരുടെ ഭൂസ്വത്താണ് അല്ലെങ്കിൽ തറവാട്ട് സ്വത്താണ് സുറിയാനി എന്ന് പറഞ്ഞാൽ സമ്മതിക്കുകയില്ല. അന്ത്യോക്യ പാത്രിയർക്കീസ് ബാവായുടെയും സ്വകാര്യ സ്വത്താണ് സുറിയാനി എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ ഒക്കുകയില്ല. സുറിയാനി ഉണ്ടായത് അന്ത്യോക്യയിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ സിറിയക്ക് ലിറ്റർജിയും സിറിയക്ക് യൂസേജും അതിൻ്റെ ബെസ്കാസോ അല്ലെങ്കിൽ നമ്മൾ എക്കാറ, അതായത് അതിൻ്റെ രാഗ സംവിധാനങ്ങളും റൂബ്രിക്സും ഒക്കെ ഉണ്ടായത് ഡെസൈലൻ നിസബീസിലുമാണ്, ആ പ്രദേശങ്ങളിലാണ്. അവിടുത്തെ ആ ഒരു സഭ, അത് ഞാൻ സമയം പോകുന്നതുകൊണ്ട് പെട്ടെന്നൊന്ന് ഇതായിട്ട് പറയാണ്. 6-ാം നൂറ്റാണ്ട് വരെ അതിശക്തമായിട്ടത് വ്യാപിച്ചു. ഒരുപാട് പിതാക്കന്മാരുണ്ടായി. ആ പിതാക്കന്മാരിൽ പലരും കാതോലിക്കന്മാരായിരുന്നു. കാതോലിക്കന്മാർ പിന്നീട് പാത്രികീസ്മാരായിട്ടുള്ളവരുണ്ട്. പാത്രികീസ്മാരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളവരുണ്ട്. ഇത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുകയും കൊടുക്കുകയും ചെയ്തിട്ടുള്ള വലിയ ഒരു 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 പാരമ്പര്യമുണ്ട്. ഒരുപാട് ദേറകൾ ഈ പ്രദേശത്തെല്ലാം ഉണ്ടായിട്ടുണ്ട്.
ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരേ പാരമ്പര്യത്തിൽ ഒന്ന് പാശ്ചാത്യ ഭാഗവും ഒന്ന് പൗരസ്ത്യ ഭാഗവുമായിട്ട് നിന്ന സുറിയാനി സഭ. പാശ്ചാത്യ ഭാഗം, പാശ്ചാത്യ സുറിയാനി, അത് അവിടെ സഭ സ്ഥാപിച്ചത് പരിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ പാരമ്പര്യം. പൗരസ്ത്യ സഭയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അബ്ഗാർ മുതൽ അന്ന് ഉണ്ടായ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യം, അപ്പോസ്തലിക് ത്രോൺ ഓഫ് സെയിന്റ് തോമസ്. ഇത് വളരെ വ്യക്തമായിട്ട് ആ കാലത്ത് കാണുന്നതാണ്. 4-ാം നൂറ്റാണ്ടിൽ ഉദാഹരണത്തിന് മഹാനായ മാറപ്രേം, അദ്ദേഹത്തിൻ്റെ കാലം, അദ്ദേഹം 373 അദ്ദേഹം കാലം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്തെല്ലാം നമ്മൾ ഈ സുറിയാനി സഭയുടെ ഒരു സുവർണകാലമായിട്ടാണ് കാലഘട്ടത്തെ കാണുന്നത്. ഏറ്റവും കൂടുതൽ സുറിയാനി ആരാധന, സംഗീതം, ആരാധന, വേദശാസ്ത്രം, അത് പോയട്രി, കാവ്യാത്മകമായ സംഗീതം എല്ലാം ആ ഒരു കാലത്ത് ഉണ്ടാകുന്നതാണ്. എന്നാൽ അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോൾ ഈ പേർഷ്യൻ സഭയിലാണ് ആദ്യം അറിയൂസ്, പിന്നെ നെസ്തോറിയോസിൻ്റെ വേദവിപരീതം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായി. അതുണ്ടായപ്പോൾ തീർച്ചയായിട്ടും അത് സഭാഗാത്രത്തെ ബാധിച്ചു. സഭ ആശയപരമായി പിരിവിൻ്റെയും വഴക്കുകളുടെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിലേക്ക് എത്താൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ തീർച്ചയായിട്ടും അന്ന് പാശ്ചാത്യ സുറിയാനി സഭയിൽ കുറച്ചുകൂടെ ഇത്തരത്തിലുള്ള അന്തരീക്ഷമില്ല, കുറച്ചുകൂടെ സ്റ്റേബിളായിട്ടുള്ള അന്തരീക്ഷമുണ്ട്. അപ്പോൾ കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ട്. ഇവിടെ വിശ്വാസരാഹിത്യമുണ്ടാകുമ്പോൾ അന്ത്യോക്യ പാത്രീകർക്കിസ്മാർ ഇവിടെ ഇടപെട്ടിട്ടുണ്ട്. ഇതെല്ലാം ചരിത്ര വസ്തുതകളാണ്. അങ്ങനെ വന്ന് ഇതിനോട് ചേർന്ന് കൂനുമ്മേൽ കുരു എന്ന് പറയുന്ന മാതിരി 6-ാം നൂറ്റാണ്ടിൽ ശക്തമായ മുസ്ലിം അധിനിവേശം കൂടി ഉണ്ടാകുന്നു. അതുപോലെ തന്നെ കൽക്കദൂനിയ സുന്നോദോസ് 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടാകുന്നു. അപ്പോൾ നെസ്തോറിനെ അതിനു മുമ്പ് തന്നെ മാറ്റി നിർത്തുന്നു. കൽക്കദൂനിയ സുന്നോദോസ് 5-ാം നൂറ്റാണ്ടിൽ 451 കാൽസിഡോൺ കഴിയുമ്പോൾ സഭാഗാത്രം തന്നെ വിഭജിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കാൽസിഡോണിയൻസ് ആൻഡ് നോൺ കാൽസിഡോണിയൻസ് എന്ന്. അപ്പോൾ ഈ പേർഷ്യൻ സഭയിലെ നോൺ കാൽസിഡോണിയൻസ് കമ്പാരിറ്റീവ്ലി ന്യൂനപക്ഷമായിട്ട് മാറും. കാൽസിഡോണിയൻ സഭകൾ പേർഷ്യൻ ഗ്രീക്ക് അധിനിവേശത്തിലുള്ള പേർഷ്യൻ സഭാഗാത്രം ഉണ്ടാകുന്നു, നെസ്തോറിയനിസം ഉണ്ടാകുന്നു, ഇതിൻ്റെ പുറത്ത് ഇസ്ലാം അധിനിവേശം ഉണ്ടാകുന്നു. ഇങ്ങനെ വളരെ പെട്ടെന്ന് അവിടുത്തെ സഭയ്ക്കൊരു വല്ലാത്തൊരു ഒരു 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 ഭൂമി കുലുക്കം തന്നെ ഉണ്ടായെന്ന് പറയുന്നതിൽ വിരോധമില്ല. അങ്ങനെ നിൽക്കുന്നൊരു സമയത്താണ് 7-ാം നൂറ്റാണ്ട് ആകുമ്പോഴേക്കും യാക്കോബ് പ്രധാന, 6-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗമാകുമ്പോഴത്തേക്ക് യാക്കോബ് പ്രധാന എന്ന് പറയുന്ന മഹാനായ വ്യക്തിത്വം ഈ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സുറിയാനി പാരമ്പര്യം, അത് ഉടനെ അന്ത്യോക്യൻ എന്നതിനർത്ഥമില്ല, സുറിയാനി പാരമ്പര്യം, സുറിയാനി ആരാധന, നോൺ കാൽസിഡോണിയൻ ട്രഡീഷൻ, അത് റീ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഒത്തിരി അദ്ദേഹം കഷ്ടപ്പെട്ടു. ഒരു വലിയ നവോത്ഥാന നായകൻ തന്നെയായിരുന്നു അദ്ദേഹം. ലോകം മുഴുവൻ സുറിയാനി സഭകളിൽ എപ്പോഴും എല്ലാ സഭകളും ആദരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ 7-ാം നൂറ്റാണ്ടിൽ 605-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. സഭാചരിത്രകാരന്മാർക്ക് അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാൻ നോക്കും. തിഗ്രീസിൽ വീണ്ടും ഒരു മഫ്രിയാനൈറ്റ് സ്ഥാപിതമാകും. ആ മഫ്രിയാനൈറ്റ് അന്ന് സ്ഥാപിക്കുവാൻ തീർച്ചയായിട്ടും, കാരണം ഇവിടെ ഇത് ഓൾമോസ്റ്റ് ഇല്ലാതെയായി. അന്ന് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഇത് നിലനിൽക്കുന്ന, ഇതേ പാരമ്പര്യം നിലനിൽക്കുന്ന സ്ഥലമാണ് അന്ത്യോക്യൻ പാത്രിയാർക്കേറ്റ്. അവിടെയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും
ഒരേ സമയത്ത് പല പാത്രികീസ്, ഇതൊക്കെ ചരിത്രത്തിൽ വന്നിട്ടുള്ളതാണ്. എന്നാലും അവിടെ നിന്ന് ഇവിടെ ഒരു മപ്രിയാനേറ്റ് പുനഃസ്ഥാപിക്കാൻ സാധിച്ചു. അതായത് 4-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നതും പിൽക്കാലത്ത് നിന്നുപോയതുമായ ആ കാതോലിക്കേറ്റിനെ അതേ പശ്ചാത്തലത്തിൽ, എന്നാൽ അദ്ദേഹത്തെ കാതോലിക്ക എന്ന് വിളിക്കും. എന്നാൽ പ്രത്യേകിച്ച് അന്ത്യോക്യയിൽ നിന്ന് അത് കൊടുത്തപ്പോൾ മഫ്രിയാന എന്നാണ് വിളിച്ചത്. മഫ്രിയോനോ എന്ന് പറഞ്ഞാൽ ഫീറോ, ഫലം. മഫ്രിയോനോ, ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവൻ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ യൂണിവേഴ്സൽ ഫാദർ എന്ന് വിളിക്കുന്നതിന് പകരം ഫലം പുറപ്പെടുവിക്കുന്നവൻ. ഇറ്റ്സ് എ വെരി ഗുഡ് നെയിം. പക്ഷേ ഒരു കാതോലിക്ക എന്നുള്ള അത്ര ഇങ്ങോട്ട് എത്തത്തില്ല. അതെൻ്റെ കീഴിലാണെന്നൊരു ധ്വനി അന്ന് മുതൽ ഉണ്ടായി. ഈ വഴക്ക് കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് പോയപ്പോഴാണ് 9-ാം നൂറ്റാണ്ടിലാണെന്ന് എൻ്റെ ഓർമ്മ, കപ്രത്തൂത്തോസ് സുന്നകദോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാശ്ചാത്യ സുറിയാനി സഭയും പൗരസ്ത്യ സുറിയാനി സഭയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, പാത്രിക്കീസ് എന്താ ചെയ്യേണ്ടത്, കാതോലിക്ക എന്താ ചെയ്യേണ്ടത്, പാത്രിക്കീസ് കാതോലിക്കയുടെ മുകളിലാണോ താഴെയാണോ, ഈ ചർച്ചകൾ അന്ന് മുതൽ അവിടെ തുടങ്ങിയതാണ്. അപ്പോഴൊക്കെ എടുത്ത ഒരു തീരുമാനം, ആരും മറ്റൊരാളുടെ ഉപ്രിക്കായി ഒരാൾ മറ്റൊരാളുടെ ക്രമീകൃത പ്രദേശങ്ങളിൽ, ഭരണക്രമീകൃത സ്ഥലങ്ങളിൽ പ്രവേശിക്കരുത്. സ്ഥാനന്യായേന ഒന്നിച്ച് വരുമ്പോൾ പരിശുദ്ധ പാത്രികീസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ പത്രോസിനുള്ള ജ്യേഷ്ഠാവകാശം പരിശുദ്ധ പാത്രികീസ് ബാവായ്ക്ക് നൽകണം. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ 1-ാം സ്ഥാനം അദ്ദേഹത്തിനും 2-ാം സ്ഥാനം പൗരസ്ത്യ കാതോലിക്കയ്ക്കുമാണ്. അത് ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്, വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതാണ്. പാത്രികീസിൻ്റെ കീഴാളെന്നോ അടിമയെന്നോ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. തുല്യസ്ഥാനികൾ ഒന്നിച്ചു വരുമ്പോൾ, ഞാനും എൻ്റെ ജ്യേഷ്ഠനും ഒന്നിച്ചു വരുമ്പോൾ ആദ്യത്തെ കസേരയിൽ ജ്യേഷ്ഠനായിരിക്കണ്ടേ, 2-ാമത്തെ കസേരയാണ്. അതാണ് ന്യായം. ഈ ഒരു ജ്യേഷ്ഠാവകാശം പരിശുദ്ധ പാത്രികീസ് ബാവായ്ക്ക് അന്നു മുതൽ ഉണ്ട്. അത് തർക്കങ്ങൾ കൂടാതെ തന്നെ സുന്നകദോസ് നിശ്ചയിച്ച് തീരുമാനിച്ചതാണ്. ആ ഒരു സാഹചര്യം അന്നു മുതൽ നിലനിൽക്കുന്നുണ്ട്. ഈ സഭാചരിത്രമെല്ലാം അറിയുന്ന ഒരു പശ്ചാത്തലം മലങ്കര സഭയ്ക്കുണ്ട്. മലങ്കര സഭ പേർഷ്യൻ സഭയുമായിട്ടുള്ള നല്ല ബന്ധം ഈ ആദ്യകാലം മുതൽ തന്നെ, കാരണം അതിനൊരു ചരിത്രപരമായ കാരണമുണ്ട്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ ആദ്യം പേർഷ്യയിൽ സുവിശേഷം അറിയിച്ചു. നാം മനസ്സിലാക്കുന്നത് ഇപ്പോൾ ലഭ്യമാകുന്ന തെളിവുകൾ അനുസരിച്ച് AD 48 കർത്താവിൻ്റെ അമ്മ പരിശുദ്ധ ദൈവമാതാവ് ഡിപ്പാർച്ചർ ഓഫ് സെയിൻറ്റ് മേരി, മാതാവ് മരിക്കുകയും ശ്ലീഹന്മാർ കബറടക്കുകയും മാതാവിൻ്റെ ശവമഞ്ചം സ്വർഗം അവിടെ നിന്ന് നേരെ ഇറക്കി കൊണ്ടുവന്ന് മാതാവിൻ്റെ ശവമഞ്ചം കൊണ്ടുപോയി എന്നുള്ള ഒരു പാരമ്പര്യമുണ്ട്. അത് മാർത്തോമാ ശ്ലീഹ അത് കണ്ടെന്നും ആ തെളിവിനായിട്ട് സൂനോറോ മാതാവിൻ്റെ ഇടക്കെട്ട് മാർത്തോമാ ശ്ലീഹയ്ക്ക് കൊടുത്തെന്നും ശ്ലീഹ യെരുസലേമിലെത്തിയെന്നും വായുമാർഗമാണ് സഞ്ചരിച്ചെന്നൊക്കെയുള്ള ഇതെല്ലാം വളരെ പൊയറ്റിക്കലായിട്ട് ഇതിനെയൊക്കെ ഉണ്ടല്ലോ. ഈ വേറൊരു ആത്മ അർത്ഥത്തിലാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ യുക്തി വെച്ചിട്ട് വന്ന് ഫ്ലൈറ്റ് ഉണ്ടോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വന്നേ, അങ്ങനെയല്ല. വേറൊരു ആത്മ ഇതിലാണ് കാണേണ്ടത്. അപ്പോഴാണ് മാർത്തോമാ ശ്ലീഹ ചോദിക്കുന്നത്, എങ്ങനെയാണെങ്കിൽ കബർ കാണിക്കുക. കബർ നോക്കിയപ്പോൾ ശരീരം അവിടെയില്ല. അപ്പോഴാണ് മാർത്തോമാ ശ്ലീഹയുടെ ദർശനം സത്യം അത് പോകുന്നത്. അപ്പോൾ അത് AD 48 വെപ്പ്. അങ്ങനെയെങ്കിൽ മാർത്തോമാ ശ്ലീഹയുടെ അടുത്ത ഒരു സന്ദർശനമാണ്. അപ്പോൾ ഈ ആദ്യ സന്ദർശനത്തിൽ പേർഷ്യയിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം ഇന്നത്തെ ഭാരതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം വരെ എത്തിയിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. കച്ച് ഡിസ്ട്രിക്റ്റ്, അതായത് പേർഷ്യ, മേദ്യ, ഇതിലൂടെയൊക്കെ, അതായത് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇറാഖ്, ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അങ്ങനെ ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗം വരെ ഈ ആദ്യ യാത്രയിൽ അദ്ദേഹം വന്നിട്ടുണ്ടാകാം. അപ്പോഴാണ്
സൗത്ത് ഇന്ത്യയുടെ സൗത്ത് ഇന്ത്യയും അത് അന്നത്തെ നാവികർക്ക് അന്നത്തെ ആളുകൾക്ക് അതറിയാം. അപ്പോൾ അടുത്ത അദ്ദേഹത്തിൻ്റെ യാത്ര കപ്പൽ യാത്രയും, ആ കപ്പൽ യാത്ര എത്തിയത് സൗത്ത് ഇന്ത്യയിലും. അത് അവിടെ പോലും ഇപ്പോൾ പല ഡിസ്പ്യൂട്ടുകളുണ്ട്. അത് കൊടുങ്ങല്ലൂരായിരുന്നു, പൊന്നാനിയായിരുന്നു, ചാവക്കാടായിരുന്നു. കാരണം കൊടുങ്ങല്ലൂര് ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്ന 1-ാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂർ തുറമുഖം ഇല്ല. പട്ടണം എക്സ്കവേഷൻസൊക്കെ പറയുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്ന് കുറെക്കൂടെ ഇങ്ങോട്ട്, അതായത് വടക്കോട്ട് മാറിയാണ് മുജിരി പട്ടണം. അത് നമ്മുടെ എന്താണ് ബേപ്പൂർ, പൊന്നാനി, ചാവക്കാട് ഇതെല്ലാം ചേരുന്ന 3 ചിറയുള്ള 3 പ്രധാന തുറമുഖങ്ങളുള്ള, ഇടയ്ക്കിടയ്ക്ക് എല്ലാം കൊച്ചു തുറമുഖങ്ങളുള്ള നമ്മുടെ കേരളക്കരയെ, മലബാർക്കരയെ അല്ലെങ്കിൽ മലങ്കരയെ ആണത് പ്രതിനിധാനം ചെയ്യുന്ന മലയും കരയുമുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഈ 17-ാം നൂറ്റാണ്ടിന് ശേഷമാണ് അന്ന് കിട്ടുന്ന ഒരു തരത്തിൽ പോർച്ചുഗീസ് മിഷണറിമാരുടെ കയ്യിൽ നിന്നിട്ടുള്ള കുറേ കഥകളൊക്കെ ചേർത്താണ് അന്ന് കണ്ട കൊടുങ്ങല്ലൂരായിരുന്നു തുറമുഖമെന്നും അവിടെ മാലിയങ്കര എന്നൊരു സ്ഥലമുണ്ടെന്നും. മാലിയങ്കര എന്ന് ഞാൻ ഒത്തിരി കേരള ചരിത്രത്തിൻ്റെ ഇതൊന്നും അധികം പഠിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ മനസ്സിലാക്കലനുസരിച്ച് മാലിയങ്കര എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല. ഒക്കെ പിന്നീട് ഉണ്ടാക്കിയതാണ്. മലങ്കരയാണ്. അത് മലയും കരയുമുള്ള സ്ഥലങ്ങളിൽ നിന്നായിരിക്കാം വിഭജിക്കുന്നത്. മലബാർ കോസ്റ്റ് 2ാമത്തെ വരവാണ് ഇവിടെ വന്നത്. ആ ഒരു എങ്ങനെയായിരുന്നാലും അപ്പോൾ അന്ന് മുതൽ ഈ 1-ാം നൂറ്റാണ്ടിൽ തന്നെ AD 52 മാർത്തോമാ മലങ്കരയിൽ വന്നപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ തനിച്ചായിരിക്കില്ല വന്നത്. പേർഷ്യൻ സഭയിൽ നിന്നുള്ള അംഗങ്ങൾ ഒരുപക്ഷെ വന്നിട്ടുണ്ടാകാം. അങ്ങനെയുള്ള വരവുകൾ തുടർന്നിട്ടുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ള ക്രൈത്തൊമ്മനും അങ്ങനെയുള്ളൊരു പാരമ്പര്യം നമുക്കുണ്ട്. 8-ാം നൂറ്റാണ്ടിലെ വലിയ ഒരു പാരമ്പര്യം നമുക്കുണ്ട് അല്ലേ. കൊല്ലവർഷം ഒക്കെ ആരംഭിക്കുന്ന സാപ്പോർ, അഫ്രാത്ത് അങ്ങനെയുള്ള ഒത്തിരി അതും അന്ന് മുതൽ ഇന്ന് വരെ ഇന്നും നമ്മൾ കാണുന്ന ഒന്നാണ്. അവിടുന്ന് ഉള്ള ആളുകൾ വരാറുണ്ട്. ഈ അടുത്ത കാലത്താണെങ്കിൽ എന്താ പറയുക, യൂയാക്കിം കൂർലോസ് ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഒരു 100-150 വർഷം മുമ്പ് വരെയുള്ള പാരമ്പര്യങ്ങൾ നോക്കിയാലും ആളുകൾ വരാറുണ്ട്. അപ്പോൾ പേർഷ്യൻ സഭയായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. പേർഷ്യൻ സഭ നെസ്തോറിയനിസമായി മാറിയപ്പോൾ പേർഷ്യയിലെ നോൺ കാൽസിഡോണിയൻ, നെസ്തോറിയനും കാൽസിഡോണിയനും അല്ലാത്ത രണ്ടാമത് വീണ്ടും ഉണ്ടായ യാക്കോബ് മുതൽ ഉണ്ടായ ആ പാരമ്പര്യത്തിൽ നമ്മൾ നിലനിന്നിട്ടുണ്ട്. ഇവിടെ വരുന്നവരെല്ലാം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ അർമേനിയൻസ് വന്നിട്ടുണ്ട്, ഈജിപ്ഷ്യൻസ് കോപ്റ്റിക് ചർച്ചിൽ നിന്നുള്ള അംഗങ്ങൾ വന്നിട്ടുണ്ട്, ചുരുക്കമായിട്ടെങ്കിലും എത്യോപ്യൻസ് വന്നിട്ടുണ്ട്. ഇവരെല്ലാം നമ്മൾ സ്വീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും, നമുക്കറിയാമല്ലോ ഇന്ത്യ വളരെ റിലീജിയസ്ലി വെരി അക്കോമഡേറ്റീവ് കൺട്രിയാണ്. വരുന്നവരൊക്കെ നമ്മൾ സ്വീകരിച്ചത്. അങ്ങനെയാണ് തെക്കും കൂറും വടക്കും കൂറും എന്നൊക്കെ പറഞ്ഞ് പിൽക്കാല കൊടുങ്ങല്ലൂരിൽ 15-ാം നൂറ്റാണ്ടിലൊക്കെ കൊടുങ്ങല്ലൂരാണ് പ്രബലമായ തുറമുഖം. അപ്പോൾ ആ സമയത്ത് അവിടെ 2 കരകളിലായിട്ട് കൊടുത്ത അങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങളും ഇതൊക്കെ ഉണ്ട്. എന്നാൽ ഇതൊക്കെ ഒരു ജനതയായിട്ടാണ് ഈ പറയുന്ന ക്നാനായ സമൂഹം സെപ്പറേറ്റ് ആയിട്ടുള്ള അവർക്കൊരു എന്താ പറയുക ഒരു എത്നിക് എൻറ്റിറ്റി ഉണ്ടെങ്കിലും ഒരു സഭയായിട്ടാണ് പുലിക്കോട്ടിൽ 2ാമത്തെ കാലം വരെ നിലനിന്നത്. ഒരു 100 കൊല്ലം ഒക്കെ ആവുന്നുള്ളൂ അവർക്കൊരു പ്രത്യേകം ഒരു ബിഷപ്പുണ്ടാവുകയും അതൊരു സമൂഹമായിട്ട് മാറുകയും പിന്നെ അത് നേരിട്ട് അന്ത്യോക്യയുടെയാണെന്നൊക്കെ വേറൊരു ചരിത്ര ഗതിയിലൂടെ അത് പോകുന്നത്. എൻ്റെ വാദമല്ല, ഞാൻ ചരിത്രത്തിൽ നമുക്ക് കാണാൻ ഒക്കുന്ന അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് 12-13 നൂറ്റാണ്ടുകളിലൊക്കെ വളരെ പ്രഗത്ഭരായ കാതോലിക്കന്മാർ ഈ പൗരസ്ത്യ കാതോലിക്കേറ്റിൽ ഇരുന്നിട്ടുണ്ട്. അന്നൊക്കെ പാശ്ചാത്യ കാതോലിക്കേറ്റ് അഥവാ അന്ത്യോക്യൻ പാത്രിയർക്കേറ്റ് എന്താണ് അതിൻ്റെ ഒന്നും പല കാര്യങ്ങളും ലഭ്യം പോലുമല്ല. കാരണം യൂറോപ്പും പാശ്ചാത്യ ലോകങ്ങളും ഇരുണ്ട യുഗത്തിലൂടെ കടന്നുപോയ കാലമാണ്. ആ സമയത്താണ് മൂശെ ബർക്കിപ്പ, ദിവനാസ്യോസ് ബർസലേബി, ഇവരൊക്കെ പൗരസ്ത്യ പിതാക്കന്മാരാണ്.
അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇപ്പം ഇതെല്ലാം അങ്ങ് തോമസ് ലീഗ മുതൽ എല്ലാം അന്ത്യോക്യ പാത്രിക്കീസ് അയച്ചതാണ് എന്ന് പറയുകയും അറബിക്കടലിന് പടിഞ്ഞാറ് വശം മുഴുവൻ അന്ത്യോക്യയാണ്. അത് അൺഫോർച്ചുനേറ്റ്ലി ഈ ചരിത്രബോധമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികർ ഉൾപ്പെടെ ഇത് വിശ്വസിച്ചിട്ടുണ്ട്. കടൽ കടന്ന് അറബിക്കടൽ കടന്ന് വരുന്നവരെല്ലാം അന്ത്യോക്യയാണ്. അങ്ങനെയല്ല, നമുക്ക് ബന്ധമുള്ളത് പൗരസ്ത്യ സുറിയാനി സഭയോടാണ്. ഞാൻ മുമ്പൊരു ചർച്ചയിൽ നമ്മളിതുപോലെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ വന്നിട്ടുള്ളവരെല്ലാം പത്രോസ്തുതിയം പാത്രിക്കീസിന് മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവരെല്ലാം പൗരസ്ത്യ കാതോലിക്കന്മാരായിരുന്നു അല്ലേ? യെരുശലേമിലെ ഗ്രിഗോറിയോസ് നമ്മൾ പറയുന്ന അത് അന്ത്യോക്യയല്ല, യെരുശലേമിലെ ഗ്രിഗോറിയോസാണ്. അബ്ദുൽ ജലീൽ ബാവ ഇത് ഒരു സഭയാണ്. പറഞ്ഞല്ലോ, സുറിയാനി പാരമ്പര്യത്തിലെ ഒരേ വിശ്വാസമുള്ള പാശ്ചാത്യ സുറിയാനി സഭ, അന്ത്യോക്യൻ സുറിയാനി സഭ, പൗരസ്ത്യ സുറിയാനി സഭ, അത് പേർഷ്യയിലും പിന്നീട് ഇന്ത്യയിലും ഉണ്ടായത്. ഇപ്പോൾ ഇന്ത്യയിൽ ശക്തമായിട്ട് നിലനിൽക്കുന്നത്. പേർഷ്യയിൽ അത് അൺഫോർച്ചുനേറ്റ്ലി അന്യം നിന്ന് പോയത്. 3, ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം യെരുശലേമിൽ ചെന്ന് താമസിച്ചവരുടെ ചെറിയൊരു സമൂഹമാണ്. ഒരു ബിഷപ്പ് മാത്രമേ ഉള്ളൂ. ഗ്രിഗോറിയസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനനാമം മുതലിട്ടിരിക്കുന്നത്. പക്ഷെ അതിനൊരു പാട്രിയർക്കേറ്റായിട്ട് പരിഗണിച്ചു. അതുകൊണ്ടാണ് ഒന്നാം തുദ്ദേനിൽ നമ്മൾ കാണുന്നത് ഇന്നും നമ്മുടെ അധ്യക്ഷന്മാരായിരിക്കുന്ന 4 ഭാഗങ്ങളിലുമുള്ള സുറിയാനി സഭകളെ മേച്ചു ഭരിക്കുന്ന നമ്മുടെ പാത്രിയർക്കീസന്മാരായ ആബൂന്മാർ ഇഗ്നാത്തിയോസ്, ആബൂന്മാർ ബസേലിയോസ്, ആബൂന്മാർ ഗ്രിഗോറിയോസ്, ഈ ഒരു ഓർഡർ വെച്ച് തന്നെയാണ് നമ്മൾ ഭരണഘടനയും വിഭാവനം ചെയ്തത്. ഭരണഘടന വിഭാവനം ചെയ്തപ്പോഴേ ഗ്രിഗോറിയോസ് അന്നില്ല. എന്നാൽ ആരാധനയിൽ ആ സ്ഥാനനാമത്തെ നമ്മൾ എടുത്തു കളഞ്ഞില്ല. ഭരണഘടനയിൽ പ്രത്യേകിച്ച് അത് വീക്ഷണമുണ്ടായിട്ട്, കാരണം ചരിത്രത്തിൽ എന്ന് ഇപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ട് ഇത് നമ്മൾ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ 11, 12, 13, 14 നൂറ്റാണ്ടുകൾ വരെ ഈ പൗരസ്ത്യ കാതോലിക്കന്മാർ വളരെ അതിമനോഹരമായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയി. എന്നാൽ പിന്നീട് വീണ്ടും ശക്തമായ മതപീഡനങ്ങൾ, രാഷ്ട്രീയപരമായ കാരണങ്ങളൊക്കെ വന്ന് പേർഷ്യയിലെ സുറിയാനി സഭ വളരെ 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 താഴോട്ട് പോകുന്നൊരവസ്ഥയുണ്ടായി. മറ്റ് നെസ്തോറിയൻ സഭയുണ്ട്, മറ്റു പല സഭകളുണ്ട്. ഇന്നും എല്ലാ സഭാവിഭാഗങ്ങളും ഇന്നും ഉണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ. ഇറാഖിലൊക്കെ അതാണ് നമ്മുടെ കൽദായ സഭ നമ്മൾ അതിൻ്റെ ഒക്കെ അടിസ്ഥാനം അവിടെയാണ്, ഇറാഖിലാണ്. ഒക്കെ നമുക്കറിയാവുന്ന വസ്തുതകളാണ്. ഇങ്ങനെ വന്ന് കുറച്ചുകൂടെ ഒന്ന് ചുരുക്കുകയാണെങ്കിൽ 1865 വന്നപ്പോഴേക്ക് ഈ പേർഷ്യൻ പൗരസ്ത്യ സുറിയാനി സഭയിൽ ഒരു കാതോലിക്കേറ്റ് ഇല്ലാത്ത അവസ്ഥ വന്നു. കാതോലിക്കേറ്റ് അന്യം നിന്നു. ഇതേ സമയത്ത് മലങ്കരയിലാകട്ടെ വളരെ സംഘടിതമായ ഒരു സഭ നിലനിൽക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപ. ഈ പശ്ചാത്തലത്തിലാണ്, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് 1840 മുതൽ ഈ അന്ന് ഈ പേർഷ്യയിലെങ്ങും പോകാൻ മേല. അവിടുത്തെ സഭ വളരെ വളരെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതിന് മുമ്പ് 1665 അബ്ദുൽ ജലീൽ ഗ്രിഗോറിയോസ് വന്നു. 1685 കോതമംഗലം ബാവ വന്നു. അത് കാതോലിക്കയാണ്. കോതമംഗലം ബാവ മപ്രിയാനാണ് വിളിക്കുന്നത് അല്ലേ? ബസേലിയോസ് ആണ്, അതാണ് ഏറ്റവും പ്രധാനം. ബസേലിയോസ് ആണ്. മറ്റേത് ആദ്യം വന്ന് ഗ്രിഗോറിയോസ്. 1685 മുതൽ ബസേലിയോസ്മാരുടെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. അതിന് മുമ്പ് ആരെങ്കിലും വന്നിട്ടുണ്ടോ നമുക്കറിയില്ല. 1685 ഇത് കോതമംഗലം ബാവ വന്നിട്ടുണ്ട്. 1751 സക്രലാമപ്രിയാന വന്നിട്ടുണ്ട്. ഇതെല്ലാം പൗരസ്ത്യ കാതോലിക്കായിരുന്നു വന്നിട്ടുള്ളവരാണ്. എന്നാൽ 1880കളുടെ മധ്യമായി 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യമായപ്പോഴത്തേക്ക് അങ്ങനൊരു സംഭവം ഇല്ലാതെയായി. അതിന് ചരിത്രപരമായ പല കാരണങ്ങളുണ്ട്. അതിലെ പാശ്ചാത്യ സുറിയാനി സഭയ്ക്ക് ഒരു പങ്കുണ്ടെന്ന് പറയുന്നവരുണ്ട്, ചരിത്രപരമായിട്ട് പറയുന്നവരുണ്ട്.
പൗരസ്ത്യ ഓർത്തഡോക്സ് സഭ ഇല്ലാതെയാവണം, അപ്പോൾ പാശ്ചാത്യ അന്ത്യോക്യയ്ക്ക് പാത്രികീസിനൂടെയൊക്കെ അധികാരം വരുള്ളൂ എന്ന് ചിന്തിച്ചതിന് പോലും ചില തെളിവുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്. ഞാനത് പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മളത് പറയുമ്പോൾ അത് കൂടുതൽ കുഴപ്പങ്ങളുണ്ടാകുന്നതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ ചരിത്രം വായിക്കേണ്ടവർക്ക് ഏലിയാസ് തൃതീയൻ ബാവ തിരുമേനിയുടെ ഉൾപ്പെടെയുള്ള ചരിത്ര പശ്ചാത്തലം വായിച്ചു നോക്കി ഇതൊക്കെ വ്യക്തമാണ്. ഇതൊക്കെ രേഖകളുണ്ട്, കൃത്യമായ രേഖകളുണ്ട്. ചുരുക്കത്തിൽ ഇവിടെ ഇതില്ലാതെ ആകുന്നൊരു പശ്ചാത്തലത്തിലാണ് നമുക്ക് അന്ത്യോക്യയിൽ ചെന്നാൽ പട്ടമേൽക്കാം. ഈ സംഭവം ആദ്യം കണ്ടുപിടിച്ചത് പാലക്കുന്നത്ത് എബ്രഹാം വൈപ്പാനാണ്. അദ്ദേഹത്തിൻ്റെ അനന്തരവനെ അവിടെ വിടുകയും അദ്ദേഹം പട്ടമേറ്റ് അന്ത്യോക്യയിൽ നിന്നുള്ള കത്തുണ്ട്. കാരണം പാശ്ചാത്യ സഭയാണ്, ഇംഗ്ലണ്ടുമായിട്ട് ബന്ധമുണ്ട്. കത്തുമായിട്ട് ഇവിടെ വരികയും ഇവിടെ മലങ്കര മെത്രാപ്പോലീത്ത എന്നുള്ളൊരു പദവി കിട്ടാനായിട്ട് ഉള്ള ശ്രമമൊക്കെ പിന്നീട് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ അതിന് മുമ്പ് നമ്മൾ ഓർക്കണം, ഈ 1751 സക്രമപ്രിയാനം മുതലുള്ളൊരു ട്രഡീഷൻ, ഹിദായത്തുള്ള അങ്ങനെയുള്ളവരൊക്കെ ഒരു ട്രഡീഷനുണ്ട്. അതിൽ നിന്നുള്ള ഒരു സ്റ്റമ്പാണ് പുലിക്കോട്ടിൽ ഒന്നാമൻ തിരുമേനി. 6ാം മാർത്തോമ ദിവനാസിസ് രണ്ടാമൻ, പുലിക്കോട്ടിൽ ഒന്നാമൻ തിരുമേനി, പുന്നത്ര ദിവനാസിസ്, ചാപ്പാട്ട് ദിവനാസിസ്, ഇത്രയും പേരെ സ്വതന്ത്രമായ ഒരു സംവിധാനത്തിൽ, അന്ത്യോക്യയുടെ അല്ല, സ്വതന്ത്രമായ ഒരു സംവിധാനത്തിൽ, എന്നാൽ പൗരസ്ത്യ സഭയുമായിട്ടുള്ള ബന്ധമുള്ള കൈവെപ്പുള്ളൊരു സംവിധാനത്തിൽ വന്നതാണ്. അതേ സംവിധാനമാണ് തൊഴിയൂർ സഭ, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ. ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു അന്ത്യോക്യൻ കണക്ഷൻ, ഇതൊക്കെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അന്ത്യോക്യൻ കണക്ഷൻ ഉണ്ടാകുന്നത്. ആ അന്ത്യോക്യൻ കണക്ഷനിൽ ഇവിടെ ആകൃഷ്ടരാകുകയും ഈ കൂട്ടത്തിൽ തന്നെ അവിടെ നിന്ന് ഇവിടുന്ന് ഒരാൾ പോയി അവിടെ തലവെച്ച് കൊടുത്താൽ വഴിവെട്ടുകയാണ്. ആ വഴിയിലൂടെ പീരങ്കി ഓടിച്ചു കൊണ്ടുവരാം. അങ്ങനെ ഓടിച്ചു വന്ന പീരങ്കികളിൽ ഒരാളാണ് യുയാക്കിം കൂർലോസ്. മനസ്സിലായോ? കുറെ ശക്തമായി ഈ അന്ത്യോക്യൻ പാരമ്പര്യം 28 വയസ്സുള്ള ഒരു യുവം എത്ര കാര്യങ്ങൾ അറിയാം, സംഗീതം അറിയാം, ആരാധനാ സംഗീതം എല്ലാം അറിയാം. ഇവരെയാണ് ഇവിടെ ഒന്ന് നമ്മൾ സ്വീകരിച്ചു. കാരണം നമ്മുടെ ഒരു പാരമ്പര്യമാണ്, നമ്മൾ സ്വീകരിച്ചു. നന്നായിട്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം. പരിമളത്തിന് പേര് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു. കാരണം ഇത് നമ്മൾ ഒരു സഭയായിട്ട് അതിനെ കാണുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അധികാരങ്ങൾ വേണമെന്ന് പറയുന്നതും ഇവിടുത്തെ ചപ്പാട്ട് ദിവനാസിസിന് വേണ്ടി മാറ്റി ഇരുത്തിയിട്ട് യുയാക്കിം കൂർലോസിനെ മലങ്കര മെത്രാപ്പോലീത്തയാണോയെന്ന് ക്ഷണിച്ചതൊക്കെ. അപ്പം ദിവനാസിസ് രണ്ടാമൻ അഥവാ പുലിക്കോട്ടിൽ ഒന്നാമൻ്റെ കാലം മുതൽ നമുക്ക് വിളംബരമുള്ളതാണ്, മലങ്കര മെത്രാപ്പോലീത്തയ്ക്ക് വിളംബരമുള്ളതാണ്. ആ വിളംബരമാണ് പിന്നീട് മാത്യൂസ് അത്തനാസിസ് രാജകീയ വിളംബരം കിട്ടി. പിന്നെ അതൊന്ന് ഈ കളികളെല്ലാം കഴിഞ്ഞ് അത് തിരിച്ചൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ദിവനാസിസ് അഞ്ചാമൻ അഥവാ പുലിക്കോട്ടിൽ രണ്ടാമൻ തിരുമേനി എന്തുമാത്രം പാടുപെട്ടു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. അപ്പം ആ സമയത്താണ് പറയുന്നത്, എന്നാൽ അന്ത്യോക്യ ഒരു കാര്യം ചെയ്തായാലും നിങ്ങളുടെ ഒരു സാന്നിധ്യവും നിങ്ങളുടെ കുറച്ച് കോൺട്രിബ്യൂഷൻസും നിങ്ങളാണ് പട്ടത്തും ഇതെല്ലാം ഒരു പൊതുവെ ഒരു കാര്യം ചെയ്യും. ആ നിന്നുപോയ പൗരസ്ത്യ കാതോലിക്കായിട്ട് ഞങ്ങൾക്ക് ഇടവഴിക്കൽ അച്ഛനും സെക്രട്ടറിയും ഇവരൊക്കെ ഈ പുലിക്കോട്ടിൽ രണ്ടാമനെ മപ്രിയാനായിട്ട് ഇങ്ങ് വാഴിക്കുക, പൗരസ്ത്യ കാതോലിക്കായിട്ട് ഇവിടെ സ്ഥാപിക്കുക എന്നൊക്കെ അന്ന് ചോദിക്കുന്നു. ഞങ്ങളുടെ വലിയ മെത്രാപ്പൊലീത്തായെ പരമ്പര തിരുമേനി എഴുതി നോക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഒന്നും അതായത് ചാടിപ്പൂവെല്ലാം നമുക്ക് അറിയാവുന്ന ചരിത്രമായതുകൊണ്ടാണ്. ഈ പശ്ചാത്തലത്തിലാണ് 1876 ആദ്യമായിട്ടൊരു പാത്രിയർക്കീസ് മലങ്കരയിൽ വരുന്നത്. അതിൻ്റെ പശ്ചാത്തലം പ്രോട്ടസ്റ്റാന്റിസം ഇവിടെ കയറി അല്ലേ. മാത്യൂസ് അത്തനാസിസ് കംപ്ലീറ്റ് മറ്റൊരു പാതയിലേക്ക് പോയി. ഇവിടുത്തെ തിയോളജി വേർപ്പെട്ടു. മാതാവിന് വേണ്ട, പട്ടത്വം വേണ്ട എന്നൊക്കെയുള്ള തലങ്ങളിലേക്ക് കാര്യങ്ങൾ പോയപ്പം ഫൈറ്റ് ചെയ്യണമായിരുന്നു. അതിനെ വിശ്വാസത്തിൽ ഞാൻ പറയുന്നത് കറകളഞ്ഞ വിശ്വാസമാണ് അന്ത്യോക്യൻ വേണ്ട, ഇത് സംശയമൊന്നും വേണ്ട. വിശ്വാസത്തിൽ കറകളഞ്ഞ അന്ത്യോക്യൻ സഭ മൈനസ് ഈ അധിനിവേശ ഭാവം, ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്.
പക്ഷേ തിരിച്ചാ സമവാക്യം പറഞ്ഞു കഴിയുമ്പം വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ എത്തുന്നത്. ഇവിടെ വരുമ്പോഴൊക്കെ അധികാരം വേണം, ഇതിനെ അങ്ങോട്ട് വിഴുങ്ങണം. അല്ലാതെ ഇത് എൻ്റെ സഹോദരൻ തോമസ് ലീഗയുടെ സഭയാണ്, ഞാൻ ആദരിക്കാം, അതുണ്ടായില്ല. പിന്നെയാണ് ചരിത്രം മുന്നോട്ട് പോകുന്നു. അബ്ദുള്ള പാത്രിക്കീസ്, അബ്ദുൽ മഷീദ്, ആദ്യം അബ്ദുൽ മഷീദ്, പിന്നെ അബ്ദുള്ള, വീണ്ടും ഈ ചരിത്രങ്ങളൊക്കെ ഈ കാലഘട്ടത്തിലൊക്കെ ചരിത്രത്തിൽ പലരും പല വിധത്തിലാണ് അവിടെ പോലും എഴുതി വെച്ചിരിക്കുന്നത്. ഡേറ്റുകൾ വ്യത്യസ്തമാണ്, ആരുടെ പുറമെ പോയ ആരുടെ, കാരണം ഇതെല്ലാം അപ്പോഴേക്കും തുർക്കി സുൽത്താൻ കൺട്രോളായി. നമുക്കിവിടെ വേണ്ട ശാന്തമായിട്ട് ദൈവത്തെ വിളിച്ച് ജീവിക്കുക, അതായിരുന്നു. ഇവിടുത്തെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ സമയവും ചെയ്യാൻ നോക്കി. ഇവിടെ ഇതേ സമയം തന്നെ ലീഡർഷിപ്പ് മാറിക്കൊണ്ടിരുന്നു. പുള്ളിക്കോട്ടിലെ രണ്ടാമനതോ ദിവനാസ സന്ധ്യാമിന് ശേഷം പ്രഗത്ഭനായ വട്ടശ്ശേരി തിരുമേനി വന്നു. അദ്ദേഹവും സമാധാനത്തിലുള്ള ശ്രമങ്ങൾ നടത്തി, ഒന്നും ഫലപ്രാപ്തിയിൽ വരുന്നില്ല. അതിനിടയ്ക്കാണ് എന്നാൽ ഈ കാതോലിക്കേറ്റ് ഇവിടെ കാരണം അവിടെ അന്യം നിന്നു. അപ്പോൾ അന്ന് മുതൽ അവിടെയുള്ള പേരാണ് പൗരസ്ത്യ കാതോലിക്കേറ്റ്. ആ പൗരസ്ത്യ കാതോലിക്കേറ്റ് 1912 മലങ്കരയിൽ പുനഃസ്ഥാപിതമാകുന്നു. അപ്പോഴും അന്ന് മുതലൊരു പാത്രിക്കീസ് അനുഭാവികൾ അതിനെ എതിർത്തു. പിന്നെ നമുക്കറിയാമല്ലോ സഭാചാരക്കേത് എന്താണ്, സെമിനാരി കേസ്, സഭാ കേസ് എല്ലാം ഉണ്ടായി. കോടതികൾ കണ്ടു, വേറൊരു തലങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി. റോയൽ കോടതി മുതൽ ഇങ്ങനെ ഇതെല്ലാം വന്നു. എല്ലാം കഴിഞ്ഞ് 58 സുപ്രീം കോടതി ഒരു ഫൈനൽ വിധി വന്നു. അതിനുശേഷമുള്ള ചർച്ചകൾ നടന്നു. 64 പുതിയ കാതോലിക്കായി വാഴിച്ചപ്പോൾ അന്നത്തെ പാത്രിക്കീസ് വന്ന്, കാരണം ഇത് പരസ്പരം അറിയുന്ന സഭകളായി. അപ്പോഴൊക്കെ വളരെ വ്യക്തമാണ്, അത് അന്ത്യോക്യ പാശ്ചാത്യ സുറിയാനി സഭ, അതിൻ്റെ അധ്യക്ഷൻ പാത്രിക്കീസ്. ഇത് മലങ്കര പൗരസ്ത്യ സുറിയാനി സഭ, അതിൻ്റെ അധ്യക്ഷൻ കാതോലിക്ക. ഈ വ്യക്തമായ ധാരണയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴാണ് 70-കൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു അന്ത്യോക്യൻ മൂവ്മെൻറ്റ്. കാരണം അത് ഞാൻ കുറച്ചിരി തുറന്ന് തന്നെ പറയുകയാണ്. അന്നത്തെ 67ലേക്ക് ബാച്ച് എന്ന് പറഞ്ഞാൽ ദ ജംസ് കാലം ചെയ്ത ദിദിമോസ് ബാവ, തെയോഫിലോസ് തിരുമേനി, പെട്ടെന്ന് എനിക്ക് എല്ലാം കൂടെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, സെവേറിയസ് തിരുമേനിയാണ്, അതായത് യുഹാനോൻ സെവേറിയസ് തിരുമേനി. ഇങ്ങനെയുള്ള പിതാക്കന്മാരെ ആണ് 67-ൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നെ ഉണ്ടായിരുന്ന പൗലൂസ് ഗ്രിഗോറിയോസ് തിരുമേനി, അതുപോലെ ഒസ്താത്യൂസ് തിരുമേനി. അവർ രണ്ടുപേരും തിരഞ്ഞെടുത്തിട്ട് പോലും അവരെ ചൂടെ കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ് പിന്നെയും 75-ലാണ് പിന്നീട് അവരെ നിർവഹിച്ചത്. അപ്പോൾ ഇത്രയും ഒരു ടീം വന്നപ്പോൾ ഒരു പക്ഷേ അതിൽ വടക്ക് നിന്നുള്ള ഒരു തോമസ് അച്ഛനോ അല്ലെങ്കിൽ ഒരു പെരുമ്പള്ളി അച്ഛനൊന്നും വന്നില്ല. അപ്പം എന്തുണ്ടായി, പെട്ടെന്ന് ഇവിടെ സിംഹാസനത്തിൻ്റെ പ്രശ്നമായി. ഇവിടെ ഇതുണ്ടാകുന്നു, ഉള്ള നുണയെല്ലാം പാത്രികീസിന് പറഞ്ഞു കൊടുത്തു. ഒരു അന്ത്യോക്യ സേഫ് മൂവ്മെൻ്റ് ഉണ്ടായി. അന്ന് മുതലാണ് അമ്മയെ മറന്നാലും ഞങ്ങൾ അന്ത്യോക്യ മറക്കില്ല എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോഴൊന്നും എന്താണ് ഇതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാക്കിയിട്ടല്ല. അങ്ങനെയാണ് ഇവിടെ വീണ്ടും ഭരണഘടനയ്ക്കെതിരെ ഈ ഭരണഘടനയൊക്കെ അംഗീകരിച്ച ഈ വിധികൾ അംഗീകരിച്ചതാണ്. പിന്നെ നമ്മൾ അന്ന് ഈ പറഞ്ഞ മാതിരി ഈ കുത്തിനെ പിടിച്ച് രജിസ്റ്റർ ചെയ്യിച്ച് എല്ലാം കൂടെ അടിയറവ് വെപ്പിച്ചില്ല. നമ്മൾ ക്രിസ്ത്യാനികളായതുകൊണ്ടാണ്. ഇന്നത്തെ നമ്മൾ പിതാക്കന്മാരങ്ങനെ ചെയ്യാതിരുന്നത്. പക്ഷേ വിധി കാലഹരണപ്പെടുന്നൊരു സമയം വന്നപ്പോഴത്തേക്ക് ഈ മൂവ്മെൻറ്റ് ശക്തമാക്കി. 74 മുതൽ പരസ്യമായ യുദ്ധം തുടങ്ങി. അവിടെ പോയി കുപ്പായ ഇട്ട് വന്ന് പാരലായിട്ട് ഇവിടെ സെറ്റപ്പ് ഉണ്ടാക്കി. ഒരു പാരലൽ സുന്നതദോസ് ഉണ്ടാക്കി. പാരലൽ കാതോലിക്കായി വാഴിച്ചു. പൗലോസ് ഫീലക്സിനോസ് കാതോലിക്കായി. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പിന്നീട് വന്നത്. അതാണ് ഈ കാതോലിക്കേറ്റിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുമ്പോൾ. അതുകൊണ്ട്
എനിക്കിതിലൊരു കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്, ഞങ്ങൾ അതിപുരാതന അന്ത്യോക്യ സഭ നിങ്ങൾ ഇന്നലെ ഉണ്ടാവില്ല, അല്ല, നേരെ തിരിച്ചാണ്. യാക്കോബായക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും യാക്കോബായക്കാരാണ്, സംശയമൊന്നും വേണ്ട. യാക്കോബ് പ്രധാനയുടെ വിശ്വാസം, യാക്കോബ് പ്രധാന റീജുവനേറ്റ് ചെയ്ത ആ പ്രസ്ഥാനം, അതിൻ്റെ മക്കളെല്ലാവരും. അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. പൗരസ്ത്യ കാതോലിക്കിൻ്റെ ഒരു സ്ഥാനമുണ്ട്. ഞങ്ങൾ മാർത്തോമാശ്ലീഹയുടെ മക്കളാണ് അല്ലേ? അതൊരു സത്യമല്ലേ, ഒരു നഗ്ന സത്യമല്ലേ? അപ്പോൾ അതിനെ വിഴുങ്ങാനുള്ളൊരു ചിന്ത, ആ ചിന്തകളെല്ലാം കറക്റ്റ് ചെയ്ത് പാത്രീസ്മാർക്ക് വരെ അത് ബോധ്യപ്പെട്ടപ്പോൾ അല്ലേ, യാക്കോബ് തൃതീയന് വരെ അത് ബോധ്യപ്പെട്ട സമയത്താണ് ഇവിടുന്ന് കുറച്ച് പുള്ളികൾ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ പാത്രീസ് അപകടത്തിലാണ്. സത്യത്തിൽ ഇവരാദ്യം വഞ്ചിച്ച് പാത്രീസ് ബാവയാണ്. പക്ഷെ അദ്ദേഹം അന്നത്തെ മലങ്കര മെത്രാപ്പോലിത്ത പൗരസ്ത്യ കാതോലിക്കായോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ, നന്നായി സുറിയാനി അറിയുന്ന, സുറിയാനിയിൽ മൂത്തം എഴുതി കൊടുത്തൊരു പിതാവായിരുന്നു ഔഗേൻ ബാവ. ഔഗേൻ ബാവ തിരുമേനിയോട് എന്താണ് കാര്യങ്ങളെന്ന് ചോദിച്ചറിയാൻ മനസ്സുണ്ടായിരുന്നെങ്കിൽ, അത് കഴിഞ്ഞ് മാത്യൂസ് പ്രഥമൻ ബാവയോട് എന്താണ് കാര്യങ്ങളെന്ന് നേരിട്ട് ചോദിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇന്നുണ്ടായ അപകടം ഉണ്ടാകുകയില്ലായിരുന്നു. അതിന് പകരം തോമസ് ലീഹായ്ക്ക് പട്ടമില്ല, അദ്ദേഹം കപ്പ്യാരാണ് പോലും അല്ല, കൈവപ്പ് കിട്ടിയിട്ടില്ല. ഇങ്ങനെയുള്ള സത്യത്തിന് നിരക്കാത്ത, ശ്ലൈഹികതയ്ക്ക് നിരക്കാത്ത, പത്രോസ് ലീഹായ്ക്ക് അശേഷം പോലും ഇങ്ങനെയൊന്നും പറയുന്ന, തൻ്റെ അനിയനെ ഇങ്ങനെ പറയുന്നൊന്നും പത്രോസ് ലീഹായ്ക്ക് ഇഷ്ടപ്പെടുകയില്ല, കർത്താവിന് ഇഷ്ടപ്പെടുകയില്ല. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ വിധിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചരിത്രത്തിലേക്കൊന്ന് നോക്കി അറിയാം, 74 ശേഷം പാശ്ചാത്യ സുറിയാനി സഭയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഏറ്റവും ആ സഭ ബഹുമാനിക്കപ്പെടേണ്ടിയിരുന്നത് മലങ്കരയിലാണ്. അങ്ങനെ ഓരോന്ന് പിന്നെ ആഭ്യന്തര ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒരു പാത്രീസ് ബാവ എന്തുമാത്രം പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇതെല്ലാം അമ്മയും മറക്കാം, അന്ത്യോക്യം മറക്കാം, യോഹന്നാനെയും ചാക്കോച്ചനെയൊക്കെ അപ്പനാക്കാൻ കാശ് കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുകയും, പരിശുദ്ധ മൂറോൻ സഭാവിശ്വാസത്തിൻ്റെ ABCD അറിയാത്തവനെ മൂറോ മിൽക്കുകയൊക്കെ ചെയ്ത ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഒന്നും മറന്നുപോയതല്ല, ഇന്നലെ നടന്ന കാര്യങ്ങളായി പറയാം. ഇപ്പോൾ വീണ്ടും ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ വീണ്ടും അന്ത്യോക്യയെ മറക്കില്ല. ഇവിടെ ശാന്തമായി കഴിയുന്ന ഒരു സമൂഹമാണ് ക്നാനായ സമൂഹം. അത് ഇപ്പോൾ രണ്ടാക്കി. പരിശുദ്ധ പാത്രീസ് ബാവയുടെ കൽപ്പന വായിക്കുമ്പോൾ കൂകിയത് ഓർത്തഡോക്സുകാരല്ല. ഇന്നും ഓർത്തഡോക്സുകാർ കൂകില്ല. പാത്രീസ് ബാവയോടൊക്കെ എല്ലാ ബഹുമാനമുണ്ട്, ഇല്ലയെന്ന് ഇവർ പറഞ്ഞുകൊണ്ടൊന്നും ആകുകയില്ല. പക്ഷേ ആ സമൂഹം തന്നെ അത് കൂകി സ്വീകരിക്കേണ്ട അവസ്ഥ വരുന്നു. ഇതൊക്കെ സിംഹാസനം കണ്ണു തുറന്ന് കണ്ടിരുന്നെങ്കിൽ ഇവരെ ശാസിച്ച് നിയന്ത്രിച്ച് മര്യാദയ്ക്ക് മാർത്തോമാശ്ലീഹായുടെ ശ്ലൈഹിക പിന്തുടർച്ചാവകാശി നമ്മുടെ സഹോദരൻ പൗരസ്ത്യ കാതോലിക്കായി പോയി കണ്ട് അദ്ദേഹം പറയുന്നത് പോലെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണമെന്ന് കർശനമായിട്ട് അദ്ദേഹത്തിന് താക്കീത് കൊടുക്കാത്തതിന് കാരണമുണ്ട്. കാരണം താക്കീത് കൊടുത്താൽ ഇവർ ബഹുമാനിക്കാനൊന്നും പോകുന്നില്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ടുകൂടിയാണ് ഈ വിധി നടപ്പാക്കുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു ശാശ്വത പരിഹാരം. അല്പം വേദനയ്ക്ക് അല്പം പ്രയാസങ്ങളുണ്ടാകും, അല്പം നാൾ കൂടി ഇത് നീണ്ടു നിൽക്കും. എന്നാൽ അതിനൊരു അന്ത്യം ആരും നശിക്കണമെന്നല്ല പറയുന്നത്. ആരും നശിക്കേണ്ട, ആരും ഒരു പള്ളിയും വിട്ടു പോകണ്ട, ഒരു പള്ളിക്കാരും പള്ളി വിട്ടു പോകണ്ട. മറിച്ച് അവർ ഈ ഭരണഘടനയുടെ കീഴിൽ ക്രമമായ സംവിധാനങ്ങളിലൂടെ, ഇപ്പം തന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മഹാഭൂരിപക്ഷമാണെങ്കിൽ നിങ്ങൾക്ക് ഭരണഘടനാപരമായിട്ട് പൊതുയോഗം കൂടിയിട്ട് നല്ല തീരുമാനങ്ങൾ സ്വീകരിക്കാമല്ലോ. എന്നാൽ അതിന് പകരം ഇതൊന്നും പറ്റുമില്ല, ഞങ്ങളാരെയും കയറ്റുമില്ല, വിധി നടപ്പാക്കാം, അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ സത്യത്തിൽ നഷ്ടപ്പെടുന്ന നമ്മുടെ അടുത്ത തലമുറയ്ക്കാണ്.
എനിക്ക് തോന്നുന്നു മിക്കവാറും കാര്യങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. ഇത്രയും സമയം കണ്ടെത്തി എന്നെ പിടിച്ചിരുത്തി ചോദ്യങ്ങൾ ചോദിക്കാൻ, പ്രത്യേകിച്ച് മീഡിയ സഭയുടെ മീഡിയ വിങ്ങിന് വേണ്ടി പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് ഗിൽബർട്ട് ചീറിനും നമ്മുടെ ക്യാമറാമാനും നമ്മുടെ മെമ്പറും എല്ലാമായിട്ടുള്ള നമ്മുടെ ഒരു ആവേശമൊക്കെ ആയിട്ടുള്ള ശ്രീ ജോജനും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന മറ്റേ ബച്ചൻ മുതലുള്ള സഹൃദയരായ എല്ലാവരോടും നിങ്ങളുടെ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.